തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥയുടെ മരണത്തിലെ പ്രതി സുകാന്ത് സുരേഷിനെതിരെ നിർണായക തെളിവുമായി പോലീസ്. ഉദ്യോഗസ്ഥയുമായി നടത്തിയ ടെലഗ്രാം ചാറ്റ് പോലീസ് കണ്ടെത്തി. പെൺകുട്ടിയെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്ന ചാറ്റുകളാണ് സുകാന്തിന്റെ ഫോണിൽ നിന്ന് പോലീസ് കണ്ടെത്തിയത്. ഹായ് ഗൈസ്, എനിക്ക് അറിയില്ല ശരിക്കും എത്ര പേർക്ക് ഈ ന്യൂസ് ഓർമ്മയുണ്ടെന്ന്. കാരണം കുറച്ച് മാസം മുമ്പ് നമ്മളെല്ലാവരും ചർച്ച ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരു ന്യൂസ് തന്നെയായിരുന്നു തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യ. അപ്പം ഇതിന്റെ ഒരു ഡിസ്കഷൻ നടന്നെങ്കിലും അന്ന് കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ടാണ് അവനെ പിടിക്കാത്തത്, എന്തുകൊണ്ടാണ് ഫോൺ ചെക്ക് ചെയ്യാത്തത്, ഇതുവരെ അവൻ പുറത്തു വന്നില്ലേലോ. അത് കഴിഞ്ഞപ്പോൾ മാസങ്ങൾ കഴിഞ്ഞു, വേറെ കുറെ കേസുകൾ വന്നു, അതിന്റെ ഡിസ്കഷൻ വന്നു, അതിന്റെ ചർച്ച വന്നു. ഇപ്പോഴും പല കേസുകളുമായിട്ട് നമ്മൾ ഫ്രണ്ടോട്ട് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ അപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കെങ്കിലും നോക്കും ഇതിന്റെ അപ്ഡേറ്റ് എന്തായി, എന്തെങ്കിലുമൊക്കെ കേട്ടോ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ. അങ്ങനെ ഞാൻ ഈ റീസെന്റ് തന്നെ ഈ IB ഉദ്യോഗസ്ഥയുടെ കുഞ്ഞമ്മയോ ആന്റിയോ ഒരാളുടെ ഒരു ഇന്റർവ്യൂ എന്റെ ശ്രദ്ധയിൽ പെട്ടിരുന്നു. പക്ഷെ അതില് പ്രത്യേകിച്ചൊന്നും പറയാനുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാല് അവര് ഇതിനു ശേഷം ഉണ്ടായ അല്ലെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന കുട്ടിയുടെ സ്വഭാവത്തെ കുറിച്ചിട്ടൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പിന്നെ അതിനടുത്തൊന്നും സംസാരിച്ചില്ല. അങ്ങനെ പെട്ടെന്നാണ് ഒരു 2 ദിവസം മുമ്പ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ന്യൂസ് കാണുകയും പിന്നെ ഞാൻ ആലോചിച്ചു ഇത് സംസാരിക്കണോ വേണ്ട നേർതി വിടുകയും ഇന്ന് വീണ്ടും ആ ന്യൂസ് എന്റെ ഫ്രണ്ടിൽ വന്ന സമയത്താണ് എന്തായാലും ഒന്ന് സംസാരിക്കാൻ കരുതി ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ ഒരു ഇത് പ്രകാരം ആരും ഇതുവരെ ഈ ന്യൂസിനെ പറ്റി സംസാരിച്ചിട്ടില്ല. അപ്പം അങ്ങനെ നമ്മളുടെ മേഘയുടെ മരണം കഴിഞ്ഞ് കുറേ ദിവസങ്ങളായി, കുറേ മാസങ്ങളായി. ഇതുവരെയായിട്ടും അതിന് കാരണക്കാരനായിട്ടുള്ള സുകാന്തിനെ പിടിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ കേസ് ഇങ്ങനെ ഒതുങ്ങി പോകുന്നത് എന്നുള്ള കാര്യം എനിക്കറിയില്ല. കാരണം ഇത്രയും വലിയൊരു ഫോഴ്സ് നമ്മുടെ ഫ്രണ്ടിൽ ഉണ്ടായിട്ടും ഇത്രയും മാസങ്ങളായിട്ടും പിടിക്കാൻ കിട്ടിയില്ല എന്ന് പറയുമ്പം വേറെ എന്തെങ്കിലും കളി ഇവിടെ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. ശരിക്കും എന്താണ് നമ്മളുടെ ലീഗൽ സിസ്റ്റത്തിന് പറ്റിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനി ശരിക്കും ഇവരൊന്നും മര്യാദയ്ക്ക് ജോലി ചെയ്യുന്നില്ലേ, അല്ലെ വേറെ എന്തെങ്കിലുമൊക്കെ സംഭവം നടക്കുന്നുണ്ടോ? അല്ല എവിടെ പോയി മേഘയുടെ അച്ഛനും അമ്മയും ഈ കേസ് എന്തായാലും ഫ്രണ്ടോട്ട് കൊണ്ടുപോകും, ഇതിന് കാരണക്കാരനായവനെ പിടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം ഈ കേസ് കേട്ടാൽ 100% ഷുവറാണ് ഇവനാണ് കാരണക്കാരൻ. അവളുടെ പൈസ അടിച്ചു മാറ്റി അവളെ ശാരീരികമായി ഉപയോഗിച്ച് ലാസ്റ്റ് അവളെ വേണ്ടാന്ന് കൊണ്ട് ഒഴിവാക്കി പോയി. എന്നിട്ട് ആ പെൺകുട്ടി അതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തു. എന്നിട്ട് അവനെ പിടിച്ചില്ല. അങ്ങനെ കേസ് ഫ്രണ്ടോട്ട് പോകുന്ന സമയത്ത് ഒരു തീരുമാനത്തിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇവന്റെ ടെലിഗ്രാം ചാറ്റ് ആഫ്റ്റർ കുറെ മാസങ്ങൾക്ക് ശേഷം ഇവന്റെ ഒരു ടെലിഗ്രാം ചാറ്റ് പിടിച്ചതിന്റെ ഭാഗമായി കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ എമിഗ്രേഷനിൽ നിന്നും ജോലി കഴിഞ്ഞ് പുറത്തിറങ്ങിയ പെൺകുട്ടി ചാക്കയ്ക്ക് സമീപം ട്രെയിനിന് മുന്നിൽ ചാടി മരിക്കുകയായിരുന്നു. സുഹൃത്തും സഹപ്രവർത്തകനുമായ സുകാന്തുമായുള്ള പ്രണയബന്ധം തകർന്നതാണ് ആത്മഹത്യക്ക് കാരണമെന്ന് കണ്ടെത്തിയ പോലീസ് സുകാന്തിനെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി. ഇതിനു പിന്നാലെ പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം ചെയ്ത് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നും കണ്ടെത്തിയതോടെ പീഡനത്തിനും കേസെടുത്തു. ഒളിവിൽ പോയ സുകാന്തിനെ ഇതേവരെ കണ്ടെത്തിയിട്ടില്ല. സുകാന്തിന്റെ പോലീസ് എടുക്കാൻ സുഖാണല്ലോ. കോമൺ സെൻസ് ഉള്ള ഒരു വ്യക്തിക്ക് വരെ ഈ കേസ് കേട്ടാൽ മനസ്സിലാവും. പീഡിപ്പിച്ചു, പൈസ തട്ടിയെടുത്തു, മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കി, കല്യാണ വാഗ്ദാനം, ആത്മഹത്യാ പ്രേരണ, ഇതൊന്നും നിങ്ങൾ പറയണ്ട. അല്ലാണ്ട് തന്നെ ഇത് ഈ കേസ് കേൾക്കുന്ന ഒരു സാധാരണ മനുഷ്യന് വരെ മനസ്സിലാവും. പക്ഷെ ഇതുവരെ പിടിച്ചിട്ടില്ല. അതാണ് ഈ കേസിന്റെ ഹൈലൈറ്റ്. ഇതുവരെ പിടിച്ചിട്ടില്ല കേട്ടോ. ഇതുവരെ കണ്ടുകിട്ടിയിട്ടില്ല. ഇവൻ എങ്ങോട്ടാ പോയത്? ഒട്ടരാക്കാൻ നോക്കുക ജനങ്ങളെ. അമ്മാവന്റെ ചാവക്കാടുള്ള വീട്ടിൽ നടത്തിയ പരിശോധനയിൽ സുകാന്തിന്റെ ഐഫോൺ കണ്ടെത്തിയിരുന്നു. ഒളിവിൽ പോകുന്നതിന് മുമ്പ് സുകാന്ത് താമസിച്ചത് അമ്മാവന്റെ വീട്ടിലാണ്. ഈ ഫോണിലുണ്ടായിരുന്ന ടെലഗ്രാം അക്കൗണ്ടിൽ നിന്നാണ് നിർണായകമായ ചാറ്റുകൾ പോലീസ് കണ്ടെത്തിയത്. ഫെബ്രുവരി 9 നടത്തിയ അവസാന ചാറ്റാണ് നിർണായകം. പലതവണ പെൺകുട്ടിയോട് ചാകാൻ സുകാന്ത് പറയുന്നുണ്ട്. ഇക്കാര്യം ആവർത്തിക്കുമ്പോൾ ഞാൻ മരിക്കാമെന്ന് ഒടുവിൽ പെൺകുട്ടി പറയുന്നു. എന്ന് മരിക്കുമെന്നാണ് അടുത്ത ചോദ്യം. ഓഗസ്റ്റ് 9 മരിക്കുമെന്നാണ് മറുപടി. ഇതിനുശേഷം വാട്സാപ്പിലും ഇവരുടെ ചാറ്റുകളുണ്ട്. ഇതേ നാളായി പോയ സുകാന്തിന്റെ ഫോണിലെ ടെലിഗ്രാം ചാറ്റ് ഇപ്പൊ 2 ദിവസം മുമ്പാണ് കിട്ടിയത്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. പെൺകുട്ടീന്റെ അടുത്ത് ഇവൻ ചെന്ന് മരിക്കാൻ പറയുന്നുണ്ട്. ഇപ്പൊ പെൺകുട്ടി ഇങ്ങോട്ട് പറയുന്നുണ്ട്, ഞാൻ മരിക്കാം, ഓഗസ്റ്റ് 9 മരിക്കാം. ഇതാണ് പിടിച്ചിട്ടുള്ളത്. ആദ്യം തന്നെ മോളെ നീ മരിച്ചുകൊണ്ട് ഇപ്പം എന്താ എനിക്ക് കിട്ടിയിട്ടുള്ളത്? എന്നോട് ഇപ്പോൾ ചോദിച്ചിട്ട് കാര്യമില്ല, ഇതിപ്പോ കാണാൻ ഈ ലോകത്തില്ല. എന്നാൽ ഈ വീഡിയോ കാണുന്ന ആൾക്കാരോട് ഞാൻ ചോദിക്കും, ഇവൻ മരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളെ ബ്രേക്കപ്പ് ആക്കി അല്ലെങ്കിൽ നിങ്ങളെ തേച്ചു അല്ലെങ്കിൽ അവൻ ഒഴിവാക്കിയതിന്റെ പേരിൽ അവൻ നിങ്ങളോട് മരിക്കാൻ പറയുമ്പോൾ മരിക്കാന്ന് കൊണ്ട് നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്?
എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ പ്രണയബന്ധം ഫ്രണ്ടോട്ട് പോയ സമയത്ത് ഇവന് കിട്ടേണ്ട കാര്യങ്ങളൊക്കെ ഇവളെ അതിന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നൈസായിട്ട് ഇവൾ ഒഴിവാക്കിയിട്ടുണ്ടാവും. ഒഴിവാക്കിയ സമയത്ത് ഇവളുടെ വിഷമം സഹിക്കാൻ വയ്യാണ്ട് ചിലപ്പോൾ ഈ വൃത്തികെട്ടവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ മരിക്കും, ഞാൻ ആത്മഹത്യ ചെയ്യും, എൻ്റെ ജീവൻ അവസാനിപ്പിക്കും, നീ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതിലാണ് ഇവൻ വലിയ കൂളായിട്ട് മരിച്ചോ എന്ന് പറയുന്നത്. അതാണിപ്പം പിടിച്ചിട്ടുള്ളത്. ഓഗസ്റ്റ് 9 മരിക്കും ഈ പെൺകുട്ടി പറയുകയും ചെയ്തു. എന്താ നിങ്ങൾക്കൊക്കെ ഇതുകൊണ്ട് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്ത. മറ്റവനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ ഏതോ വൃത്തികെട്ടവൻ, അവനെ കിട്ടിയിട്ട് കൂടിയില്ല, അവൻ എന്ത് കളിയാണ് കളിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇനി എത്ര പെണ്ണുങ്ങൾ ഇവന്റെ വലയിലുണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടാൽ. പക്ഷെ ഞാൻ ഈ പെൺകുട്ടികളോടാണ് ചോദിക്കുന്നത്, നിങ്ങളുടെ വിചാരം ഈ പ്രണയമാണോ ജീവിതത്തിൽ ഇത് എൻഡ് എന്ന് പറയുന്നത്? അല്ലെ പ്രണയിച്ച ചെക്കനെ കല്യാണം കഴിച്ചാൽ മാത്രമേ ഫ്രണ്ടോട്ട് പോകൂ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ കല്യാണമാണോ ഒരു ജീവിതത്തിന്റെ അവസാനം എന്ന് പറയുന്നത്? എനിക്കറിയില്ല ഇപ്പോഴത്തെ മക്കൾ എത്രത്തോളം ഇമ്മച്യൂർ ആണ് എന്നുള്ളത്. ഒരു ബ്രേക്കപ്പിന്റെ പുറത്ത് പോയി ആത്മഹത്യ ചെയ്യാം. ഇപ്പൊ പറയും ആ പെൺകുട്ടീനെ ശാരീരികമായി ഇവൻ യൂസ് ചെയ്തു, ചിലപ്പോൾ ഇവർക്ക് വേറൊരു പാർട്ണറെ കാണാൻ പറ്റില്ല, അതുകൊണ്ടായിരിക്കും. എന്തിന് ശാരീരികമായി യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി? നിങ്ങൾ ഈ പ്രണയിക്കുന്ന സമയത്ത് പ്രണയമായി കാണണ്ടേ? ഇവനെ കെട്ടുന്നു നിങ്ങൾക്ക് എന്താ ഉറപ്പുണ്ടായിരുന്നേ? അവന്റെ വാക്ക് വിശ്വസിച്ചിട്ട് നിങ്ങളുടെ ശരീരം ഫുള്ള് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതിനെപ്പറ്റി പരാതി പറഞ്ഞിട്ടോ വർത്താനം പറഞ്ഞിട്ടോ എന്തെങ്കിലും കാര്യമുണ്ടാവും? ഒരു കാര്യമില്ല എന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് വളരെ വ്യക്തമായിട്ട് പറയുന്നത്, പ്രണയത്തിന്റെ തലത്തിൽ കാണാൻ ശ്രമിക്കുക. അതൊന്നും കാണാണ്ട് വലിച്ചു നീട്ടി വേറെ ഏതോ ലെവലിൽ കൊണ്ടുപോയി ലാസ്റ്റ് അവൻ തേച്ചിട്ട് പോയി ആത്മഹത്യ ചെയ്ത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും പോയി. അത്രയും എനിക്ക് പറയാനുള്ളൂ. കുടുംബത്തിൽ എത്രത്തോളം പോയി എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഇത്ര മാസമായിട്ട് ഒരു അപ്ഡേറ്റ് ഇല്ലായിട്ട് പ്രത്യേകിച്ച് ഒരു സൈഡിൽ നിന്നൊന്നും ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഇത്രത്തോളം ഇമ്മച്യൂർ ആവല്ലേ? ചെറിയ കുട്ടികളാണ്, ഓക്കെ ഫൈൻ, നമുക്ക് പറയാം. ഇത്ര വലിയ ഉദ്യോഗസ്ഥയായിട്ട് എനിക്കറിയില്ല എന്തുകൊണ്ടാണ്. ഇവന്റെ ഈ ചാറ്റ് പിടിച്ചു എന്ന് പറഞ്ഞാൽ പോരാ, ആദ്യം നാറിനെ പിടിച്ചിവിടെ കൊണ്ടുവരണം. മാർച്ചിൽ പെൺകുട്ടി ജീവിതം അവസാനിപ്പിക്കുന്നുവെന്നാണ് പോലീസ് നിഗമനം. വാട്സാപ്പ് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തിട്ടാണ് സുഗാന്ത് ഒളിവിൽ പോയത്. ഇത് വീണ്ടെടുക്കാൻ സൈബർ ഫോറൻസിക്കിന്റെ സഹായത്തോടെ പോലീസ് ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ലഭിച്ച ചാറ്റുകൾ ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിനുള്ള നിർണായക തെളിവുകളാണെന്ന് പോലീസ് പറയുന്നു. ഈ തെളിവുകൾ ഹൈക്കോടതിയിലും ഹാജരാക്കി. നിങ്ങൾ സാധാ കോടതിയിലോ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ഏതൊക്കെ കോടതിയിൽ പറ്റുമെങ്കിൽ അവിടെ കൊണ്ടുപോയി ഹാജരാക്കുക. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇത് മര്യാദയ്ക്കൊന്ന് രണ്ട് സൈഡിലുള്ള തെളിവ് അതും ഇതൊക്കെ പിന്നെ തെളിവില്ലാണ്ടൊന്നും നടക്കില്ലല്ലോ അല്ലെ? പറഞ്ഞാൽ തന്നെ കോമൺ സെൻസിൽ ആലോചിച്ച് അറിയാം ഇവനാണ്. ആദ്യം ഇവനെ പിടിക്കാനുള്ള കാര്യം ചെയ്യും. ഫസ്റ്റ് അതാ ചെയ്യേണ്ടത്. ആ ചെയ്ത ആളെ പുറത്തു കൊണ്ടുവരണം. ഇതുവരെയുള്ള എല്ലാ കേസിലും അറ്റ്ലീസ്റ്റ് അവനെ പിടിക്കെങ്കിലും ചെയ്തു. ഇവനെ പിടിക്കാൻ കിട്ടുന്നില്ല. ഇവൻ എങ്ങോട്ടാ പോയേ? ഡിലീറ്റഡ് വാട്സപ്പ് റീസ്റ്റോർ ചെയ്യാൻ സൈബർ സെല്ല്. ഓക്കെ, സൈബർ സെല്ലിന് പറ്റുന്നില്ല. എവിടെയാണ് നിങ്ങളൊരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു എഫോർട്ട് എടുത്തിട്ടുള്ളത്? ഒരു ടീം ഒരു കേസിന് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ആ കേസിന് ഒരു കൺക്ലൂഷന് കൊണ്ടുവരണ്ടേ? അവൻ പോയ ട്രെയിനിന്റെ ലിസ്റ്റോ പ്ലെയിനിന്റെ ലിസ്റ്റോ ആ ഏരിയയിലുള്ള ആൾക്കാരോ അവന്റെ സുഹൃത്ത് വലയങ്ങളിലോ കോണ്ടാക്ട് ചെയ്ത് അവന്റെ ആക്സസ് കിട്ടും. ഉള്ള ടവറോ റീജിയനോ എന്തൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതുവരെ എന്തുകൊണ്ടാണ് ഈ ഒരു തലത്തിൽ ഈ കേസിന്റെ ഒരു ഫോക്കസ് പോവാത്ത എന്ന കാര്യത്തെ കുറിച്ചിട്ട് ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്, ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്. ഞാനിപ്പോൾ ഈ ഒരു ന്യൂസ് നിങ്ങളുടെ ഫ്രണ്ടോട്ട് ഒന്ന് സംസാരിക്കാൻ ഒരു റീസണേ ഇല്ല. ഇങ്ങനെ ഒരു കേസ് നമ്മളുടെ ഇടയിലുണ്ട്. ഇതാരും മറന്നു പോകരുത് എന്നുള്ളത് കൊണ്ടാണ്. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ അവരുടെ വീട്ടുകാർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ഇതിനു വേണ്ടി എഫോർട്ട് എടുക്കുക. ഹൈ ലെവലിൽ മുഖ്യമന്ത്രി അതിൻ്റെ മുകളിൽ ലെവലിൽ ഇത് എത്തിക്കാൻ പറ്റുമെങ്കിൽ എത്തിക്കാൻ നോക്കുക. എന്തോ കള്ളക്കളികൾ ഇതിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്ര കാലമായിട്ട് ഇതിനൊരു തീരുമാനമായില്ല എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയില്ല. ഇനി നാളെയും മറ്റന്നാളായിട്ട് പല കേസ് വരും. അതിനനുസരിച്ച് ഇത് മുങ്ങി പോകും. ഓക്കെ, സോ സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ ലൈക്ക്. സോ ബൈ.